ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അജീസ് ക്രിയേഷൻസ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് പഴശ്ശിരാജ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. നീലിയാർ കോട്ടം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അതായത് നീലിയാർ ഭഗവതി തെയ്യം കഴിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്കിത് മൊത്തം ചുറ്റി അടിച്ച് കാണാം കേട്ടോ. വീട്ടിലേക്ക് പോയാലോ? ഇവിടെ ഫുള്ള് വള്ളികളാണ്, മൊത്തം വള്ളികളാണ്. നമുക്ക് ചാടിപ്പോവാൻ കയറി വരാൻ നല്ല കണക്കായ സ്ഥലം. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് നരിമട എന്ന് പറയുന്ന സ്ഥലം. നരിമട. അപ്പം പുലികളൊക്കെ വന്നിട്ട് പുലികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതിനുള്ളിലായിരുന്നു പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് നരിമട എന്ന് പറയുന്നത്. ഇപ്പം കുറുക്കന്മാരുടെ ശല്യം കൊണ്ട് കുറുക്കന്മാരാണ് ഇപ്പോൾ ഇതിനുള്ളിൽ വരുന്നത്. പിന്നെ എന്താ പറയുക, ഈ മരമില്ലേ, ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ വേരുകൾ മൊത്തം പാറയമേലാണ് നിൽക്കുന്നത്. ഒരു മണ്ണോ ഒന്നുമില്ല, മൊത്തം പാറക്കെട്ടിൻ്റെ മേലെയാണ് ഫുള്ള് വേരുകളും ഇതുമേലാണ് നിൽക്കുന്നത്. കാണുമ്പോൾ തിരിയുന്നുണ്ട്. ഈ കിണറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണ മത്സ്യം ഉള്ളൊരു കിണറാണിത്. അപ്പം നമുക്ക് അരി ഇട്ട് കൊടുക്കാനൊന്നും പാടില്ല. അതിവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്പലങ്ങളിൽ നിവേദിച്ച് തരുന്ന ചോറ് അതിട്ട് കൊടുത്താൽ മീന് പൊങ്ങി വരും എന്നാണ് ഐതിഹ്യം. നമ്മൾ കണ്ടിട്ടില്ല എന്ന് ഇത് പറയപ്പെടുന്നു. അപ്പം ആ സ്റ്റെപ്പ് കയറി ചെല്ലുന്ന സ്ഥലത്താണ് ഈ നിവേദിക്കുന്നത്, അതായത് ചോറ് നിവേദിക്കുന്ന സ്ഥലം. ഇതാണ് ഒരു കിണർ കേട്ടോ. അപ്പം അടുത്ത ഒരു കിണർ കൊണ്ട് കാണിച്ചു തരാം. അടുത്ത രണ്ടാമത്തെ കിണർ. ഈ കിണറിൽ അങ്ങനെ സ്വർണ്ണ മത്സ്യമൊന്നുമില്ല, സാധാ മത്സ്യം ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പം കല്യങ്ങാട്ട് നീലിയുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെയുള്ള മൊത്തം എന്ന് പറയുന്നത്. അപ്പം ഫുള്ള് വനങ്ങളാണ്, വനത്തിനുള്ളിലാണ്. അപ്പോൾ രാത്രി സമയങ്ങളിലൊന്നും ഒരു മനുഷ്യൻ പോലും ഇങ്ങോട്ട് വരത്തില്ല.
വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, രാത്രിയിൽ ആൾക്കാർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഒരു 6 മണിക്ക് ശേഷമൊന്നും ഇവിടെ ഒന്നും ഒരു പരിസരത്തും ആളുകളൊന്നും വരത്തില്ല. അപ്പം നല്ലൊരു സ്ഥലമാണ് കാണാൻ. അപ്പോൾ ഒരു പകലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാം. തറവാടുണ്ടായിരുന്ന പണ്ട് തറവാടുണ്ടായിരുന്ന ഒരു അവശിഷ്ടം എന്ന് പറയുന്നത് നല്ല കല്ലൊക്കെ വെച്ചിട്ട് ഇതാണ് അവശിഷ്ടം എന്ന് പറയുന്നത്. ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലൊന്നും ഒരു നിശബ്ദതയാണ്. അതൊരു ഒരു സൗണ്ട് ഇല്ല ഇവിടെ. പിന്നെ ഇങ്ങനെ കുറേ പാമ്പിൻ്റെ കൊത്തുകൾ ഇങ്ങനെ കാണാൻ പറ്റും. കുറേ പാമ്പ് മുത്തുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും പാമ്പ് ഉണ്ടാവത്തില്ലെന്ന്. പക്ഷേ ഇതിനകത്ത് ഉള്ളിലെല്ലാം പാമ്പാ. ഇങ്ങനെ കാണുന്ന പൊത്തുകളിൽ മൊത്തം പാമ്പുണ്ട്. പക്ഷെ ഒരെണ്ണം പോലും പുറത്തേക്ക് ഇറങ്ങത്തില്ല. അതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത. ദിവസം പോകാൻ മതിയാവില്ല. അപ്പോൾ ഈ കാണുന്നതാണ് കല്യാങ്ങാട്ട് നീലിയെ തിളച്ച ആലെന്ന് പറയുന്നത്. അപ്പം തറ എന്ന് പറയുന്നത് ഈ ആലിൻ ചോട്ടിനാണ് തറ എന്ന് പറയുന്നത്. അപ്പം ആലാണിത്. അപ്പോൾ ഇവിടെ നിന്നാണ് തെയ്യം തുള്ളുന്നത്, തെയ്യം കെട്ടുന്ന സ്ഥലം. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് വലിയ ഹൈറ്റുള്ള മുടി വെക്കുന്നത്. അപ്പം ഇതാണ് തെയ്യം കെട്ടുന്ന ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം അടച്ചിട്ടിരിക്കുകയാണ്.
തെയ്യം കെട്ടുന്ന സ്ഥലം. ഇപ്പം മുടി ഇതിൻ്റെ മേലെ കാണുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഞാൻ കാണിച്ചിരുന്നത്. നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇതിന് മേലെ വെച്ചിരിക്കുകയാണ്. അപ്പം മേലെ വെച്ച് കെട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്കത് ശരിക്കും പുറത്തോട്ട് ഇറക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല ഹൈറ്റുള്ള സാധനമായതുകൊണ്ടേ അപ്പം അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ ആ നീളം ആ ഒരു ഹൈറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് ഫുള്ള് വനമാണ്. വനത്തിനുള്ളിലാണ് നമ്മൾ ഈ നിൽക്കുന്നതും. ഈ ഒരു ബിൽഡിംഗ് എല്ലാം വനത്തിനാണ്. അപ്പോൾ ഇതാണ് ഊട്ടുപുര എന്ന് പറയുന്നത്. നമ്മൾ ഇവിടുന്ന് നിവേദി മേടിച്ചിട്ടാണ് ആ താഴെ നമ്മൾ ആ കാണുന്ന ആ ഒരു കിണറിനകത്ത്, സ്വർണ്ണ മത്സ്യമുള്ള കിണറിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മത്സ്യം പൊങ്ങി വരും എന്നാണ് ഐതിഹ്യം. അപ്പം അതിന് മുമ്പിൽ തന്നെയാണ് ഈ തറയും ഉള്ളത്. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ചു പോക്കായി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറക്കാണ് കുഞ്ഞും ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ, സീ. ഓക്കെ.